ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി വോൾ ഹാങ്ങിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വോൾ ഹാങ്ങിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലുള്ള കാർഡ്ബോർഡും പിന്നെ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ അതുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ഐറ്റം വെച്ച് നമുക്ക് വോൾ ഹാങ്ങിങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഞാൻ 28 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 18 സെൻറ്റിമീറ്റർ ആണ്. അതായത് 28 സെൻറ്റിമീറ്റർ നീളവും 12 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ നീളം 15 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നിങ്ങൾ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വാങ്ങുന്ന ടൈമിൽ ഈ ഒരു സൈസ് ചോദിച്ച് വാങ്ങണം കേട്ടോ. ചെറുതും നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. കണ്ടോ, ഈ ഒരു സൈസിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറുത് വാങ്ങുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി ജോയിൻ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ 15 സെൻറ്റിമീറ്ററിൽ വീതിയുള്ള ടൈപ്പ് വാങ്ങാൻ നോക്കുക കേട്ടോ. കണ്ടോ, ആ വീതിക്കും നീളത്തിനും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി വാങ്ങാം കേട്ടോ. ഇനി ഈ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്ക് നമ്മുടെ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇത് ഒട്ടിച്ചെടുക്കുന്ന ടൈമിൽ കാർഡ്ബോർഡിൻ്റെ അറ്റത്തായിട്ട് വേണം കേട്ടോ ഒട്ടിച്ചെടുക്കാനായിട്ട്. നമ്മളിത് ഒട്ടിച്ച് വരുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കാർഡ്ബോർഡ് കാണാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിച്ചെടുക്കാം. അതുപോലെ ഇത് ഒട്ടിച്ചെടുക്കുന്ന ടൈമിൽ 2 സൈഡും കറക്റ്റ് ലെവൽ ചെയ്തിട്ട് വേണം കേട്ടോ ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇൻ കേസ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ടൈം തന്നെ നമ്മൾ ഒട്ടിച്ച ടൈം തന്നെ കറക്റ്റ് ആക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ആ ഒരു സ്റ്റിക്ക് തന്നെ പൊട്ടിപ്പോകും കേട്ടോ. ഇപ്പം ഞാനിത് നമ്മുടെ സ്റ്റിക്കൊക്കെ കാർഡ്ബോർഡ് പീസിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സാണ്. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന ബോക്സിന് ഏകദേശം ഒരു 14-14 സെൻറ്റിമീറ്റർ മാത്രമേ വിഡ്ത്ത് ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബോക്സിൻ്റെ ഹൈറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് 6 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എടുത്ത ബോക്സിൻ്റെ വിഡ്ത്തും കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ സൈഡ് ഭാഗത്തും നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
ഇനി ഈ ഒരു സൈസിൽ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത് മാർക്ക് ചെയ്ത ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കത്രികയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഐസ്ക്രീം സ്റ്റിക്കിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിക്ക് ബോക്സിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ബോക്സിൻ്റെ ഒരു സൈഡ് ഭാഗം മൊത്തമായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ കോർണറിലോട്ട് വരുമ്പം ആ സ്റ്റിക്ക് മുഴുവനായിട്ട് ഒട്ടിക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്ക് നമുക്ക് നേരെ പകുതിയാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ കത്രി വെച്ചിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സാധാരണ പോലെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ആ ഒരു ബോക്സിൻ്റെ 3 സൈഡും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് 3 സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റിക്കിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, ആ ഒരു ബോർഡിലോട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ബോർഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ആ ഒരു ബോർഡിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ തെർമോക്കോളിൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു തെർമോക്കോൾ പീസ് വെക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ ലീഫൊക്കെ കുത്തിയിറക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഇപ്പം ഞാനിത് ലീഫൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളർ മാത്രം വരുന്ന ടൈമിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പിങ്ക് കളർ ഫ്ലവറോട് കൂടിയുള്ള ലീഫ് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഗ്രീൻ കളർ ലീഫിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിത് ആ ഒരു ഫ്ലവറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ തന്നെ ചെറിയൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ, സൈസ് കുറഞ്ഞത്, ആ ഒരു സ്റ്റിക്കിലോട്ട് ഞാൻ ഇതുപോലെ സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തതാണ്. നമ്മുടെ CD മാർക്കറില്ലേ, പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് എഴുതി കൊടുത്തതാണ് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഈ ഒരു വരച്ച രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അവസാനമായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു നൂല് കൊളുത്തിടാൻ പാകത്തിന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ ഒരു വാൾ ഹാങ്ങിങ് നിങ്ങളെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കൂടി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.